നമസ്കാരം. ബഹിരാകാശ പര്യവേഷണം തുടങ്ങിയിട്ട് കാലം കുറേയായി. ഏതാണ്ട് 50കളിൽ തുടങ്ങിയതാണ്. ഏതാണ്ട് ഒരു 60കൾ മുതൽ സൗരയൂഥത്തിലെ മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പര്യവേഷണത്തിന് വാഹനങ്ങൾ അയക്കുന്നുമുണ്ട്. അമേരിക്കയും റഷ്യയുമെല്ലാം. പയനിയർ, മാരിനർ, വൈക്കിംഗ്, വോയേജർ, കാസിനി അങ്ങനെ ധാരാളം പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. ചൊവ്വയുടെ പ്രതലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ശുക്രനിൽ പേടകം ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്രനിൽ ഇറക്കിയിട്ടുണ്ട്. പയനിയർ ഒക്കെ ആണെങ്കിൽ സൗരയൂഥം വരെ കടന്നു പോയിട്ടുമുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും എന്താണപ്പാ ഈ വ്യാഴത്തിലും ശനിയിലും ഒന്നും ഇറങ്ങാത്തത്? ചൊവ്വയിൽ ഇറങ്ങാമെങ്കിൽ എന്താ വ്യാഴത്തിലും ഇറങ്ങിക്കൂടെ? ശുക്രനിൽ ഇറങ്ങാമെങ്കിൽ, ശുക്രനാണെങ്കിൽ കൊടും ചൂടാണ്, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. 450-490 ഡിഗ്രിയാണ് അവിടുത്തെ ചൂട്. ആ ശുക്രനിൽ വരെ ഇറങ്ങിയിട്ടുണ്ട്, പേടകം ഇറക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ വ്യാഴത്തിലും അങ്ങ് ഇറക്കിക്കൂടെ? ശനിയിലും അങ്ങ് ഇറക്കിക്കൂടെ? നെപ്റ്റ്യൂണിലും പ്ലൂട്ടോയിലും ഒക്കെ അങ്ങ് ഇറക്കിക്കൂടെ? യുറാനസിൽ ഇറക്കിക്കൂടെ? ഇറക്കാൻ പറ്റില്ല. അത് തന്നെ കാര്യം. അതെന്താപ്പോൾ ഇറക്കാൻ പറ്റാത്തത്? ഇവർക്കെന്താ ഏതാണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ട് സാർ. വ്യാഴത്തിനും ശനിക്കും യുറാനസിനും നെപ്റ്റ്യൂണിനുമൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറക്കാൻ പറ്റാത്തത്. നമുക്കിന്ന് ആ വിഷയം ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് വ്യാഴത്തിലും ശനിയിലുമൊക്കെ പേടകങ്ങൾ ഇറക്കാൻ പറ്റുന്നില്ല? ഒരു കാര്യമൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ തീർച്ചയായും ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ സമയത്തിന് തന്നെ ലഭിക്കുന്നതാണ്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പം എന്തുകൊണ്ടാണ് വ്യാഴത്തിലൊന്നും ഈ പേടകങ്ങൾ ഇറക്കാൻ പറ്റാത്തത് എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ഇറക്കാൻ ഒരു സർഫസ് വേണ്ടേ? ചുമ്മാ കൊണ്ടുപോയി ഇറക്കാൻ പറ്റുമോ? പറ്റില്ല. കൺഫ്യൂഷനായോ? അതെ സാർ, വ്യാഴത്തിന് ഒരു സോളിഡ് സർഫസ് ഇല്ല. ഒരു സോളിഡ് സർഫസിലല്ലേ ഒരു പേടകം ഇറക്കാൻ കഴിയുള്ളൂ. ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ ഉണ്ട്, വ്യാഴത്തിനതില്ല. വീണ്ടും പ്രശ്നമായി. എന്തെങ്കിലും ഒന്ന് തെളിച്ചു പറയൂ എന്നല്ലേ ഇപ്പോൾ മനസ്സിൽ പറയുന്നത്? അതേന്നേ, തെളിച്ച് തന്നെ പറയുകയാണ്. വ്യാഴത്തിന് സോളിഡ് സർഫസ് ഇല്ല. വ്യാഴം മുഴുവനും ഗ്യാസാണ്. ഈ പറയുന്ന വലിപ്പമൊക്കെ ഉള്ളൂ, സംഗതി വെറും ഗ്യാസാ. ഇതാണതിൻ്റെ യാഥാർത്ഥ്യം. വ്യാഴവും ശനിയും ഒക്കെ ഗ്യാസ് ജയൻസ് എന്ന് അറിയപ്പെടുന്ന ഭീമൻ ഗ്രഹങ്ങളാണ്. അത് മുഴുവനും ഗ്യാസാണ്. പ്രധാനമായും വ്യാഴത്തിലും ശനിയിലുമുള്ളത് ഹൈഡ്രജനും ഹീലിയവുമാണ്. യുറാനസിലും നെപ്റ്റ്യൂണുമൊക്കെ ഗ്യാസ് തന്നെയാണ്. എങ്കിലും അതിനെ ഈ ഗ്യാസ് ജയൻസ് എന്നുള്ള വകുപ്പിലല്ല അതിനെ പെടുത്തിയിരിക്കുന്നത്. അതിനെ ഐസ് ജയൻസ് എന്നുള്ള വകുപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളത് പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവുമല്ല, മറ്റ് ഫോസ്ഫറസ്, അമോണിയ, നൈട്രജൻ ഇങ്ങനെയുള്ള വാതകങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. അപ്പം ഇറക്കാനൊരു സ്ഥലമില്ലെങ്കിൽ എങ്ങനെ പേടകം ഇറക്കും? നടക്കില്ല. അതെന്താപ്പാ ഇതൊക്കെ ഈ വലിയ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഗ്യാസ് ജയൻസായി പോയത്? നക്ഷത്ര പരിണാമങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് നക്ഷത്രങ്ങൾ എന്ന്, എങ്ങനെയാണൊരു നക്ഷത്രം ഉണ്ടാകുന്നത് എന്ന്. പ്രപഞ്ചത്തിൽ പലയിടത്തായിട്ടുള്ള കിടക്കുന്ന ചില പൊടിപടലങ്ങളും വാതകങ്ങളും ഒരു ഗുരുത്വ ബിന്ദുവിനെ കേന്ദ്രമാക്കി കറങ്ങുമ്പോൾ അത് അകത്തേക്ക് ചുരുങ്ങാൻ തുടങ്ങും. അകത്തേക്ക് ചുരുങ്ങാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ ചൂടുണ്ടാകും. ആ ചൂട് കാരണം ഇതിനുള്ളിലെ ഹൈഡ്രജൻ പരസ്പരം ഫ്യൂസ് ചെയ്ത് അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള പ്രക്രിയ ഉണ്ടാകും. ആ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് പുറത്തേക്ക് ചൂടും വെളിച്ചവും പോകുന്നത്. ആ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം വരുമ്പോൾ, ഒരു ബാലൻസ് വരുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ജനനം പൂർണ്ണമാകും. അതങ്ങനെ അവിടെ നിൽക്കും. നമ്മുടെ സൂര്യൻ ഒക്കെ അതാണ്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, സൂര്യനിലും ഇറങ്ങാൻ കഴിയില്ല. അത് ചൂട് കൊണ്ടാണെന്ന് വിചാരിക്കാം. ഇനിയും ചൂടിനെയൊക്കെ, എല്ലാ ചൂടിനെയും, സൂര്യൻ്റെ ചൂടിനെയും അതിജീവിക്കുന്ന ഒരു പേടകം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ അകത്തോടെ കയറി അങ്ങ് പോകും. സൂര്യനും ഗ്യാസാണ്, ഈ യുറാനസും ഗ്യാസാണ്, വ്യാഴവും ഗ്യാസാണ്, ശനിയും ഗ്യാസാണ്. അപ്പം എന്തോ ഒരു സമാനത തോന്നുന്നില്ലേ? ആ സമാനതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വ്യാഴവും ശനിയുമൊക്കെ ഒരു നക്ഷത്രമാകാൻ ആഗ്രഹിച്ച് എന്നാൽ നക്ഷത്രമാകാൻ സാധിക്കാതെ പോയ ചില പാവങ്ങളാണ്. ചില സംഘടനകളിൽ, ചില രാഷ്ട്രീയ പാർട്ടികളിൽ ചില നേതാക്കന്മാർ ചില കളികളൊക്കെ കളിക്കും. അവർക്കുന്നത പദവിയിലെത്താൻ, പ്രധാനമന്ത്രിയാവുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുക, സംസ്ഥാന പ്രസിഡൻ്റാവുക,
പ്രധാന നേതാവാകുക എന്നൊക്കെ. ഒരു പക്ഷേ അവർക്ക് അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ടാകും, അതിനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തും. പക്ഷേ അവർ അതിൻ്റെ അകത്ത് പരാജയപ്പെട്ടു പോകും. അങ്ങനെ എങ്ങും എത്താതെ ആ പാർട്ടിയിൽ, അതായത് ഒരു പ്രമുഖ നേതാവിൻ്റെ ഉപഗ്രഹമായി കഴിയാനായിരിക്കും പിന്നീട് അവരുടെ യോഗം. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, നമ്മളൊന്ന് ചുറ്റും വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ ഒരു നക്ഷത്രമാകാൻ കൊതിച്ച്, ഒരു നക്ഷത്രമാകാൻ ശ്രമിച്ച്, കുറേ ഹീലിയവും കുറേ ഹൈഡ്രജനും ഒക്കെ സംഘടിപ്പിച്ച് അതിനെ ഒന്ന് മെരുക്കി ഉള്ളിലേക്ക് വലിച്ച് ഒരു ഫ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ ഒരു 10 ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യാഴം ചേട്ടൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ നടന്നില്ല. അപ്പോൾ എന്ത് പറ്റി? ആ ഗുരുത്വമണ്ഡലത്തിന് ചുറ്റും നിന്ന ഹൈഡ്രജനും ഹീലിയവും ഒക്കെ അവിടെ നിന്നു. അത് സ്വയം ഭ്രമണം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അകത്തേക്ക് വലിച്ച്, അകത്തേക്ക് ചുരുക്കി, അതിൻ്റെ അകത്ത് ചൂടുണ്ടാക്കി ഈ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റി വലിയൊരു നക്ഷത്രമാകാനുള്ള ആ ശ്രമം മാത്രം നടന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു യഥാർത്ഥ നക്ഷത്രമായ സൂര്യൻ്റെ ഒരു ഗ്രഹമായി മാറാനാണ് പാവം വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ വിധി. അതാണ് സംഭവിച്ചത്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കും, ആയ കാലത്ത് ഞാനൊരു നക്ഷത്രമാവേണ്ടവനായിരുന്നു, ഒരു നക്ഷത്രമായിരുന്നെങ്കിൽ നിന്നെപ്പോലെയൊക്കെയുള്ള കുറേ ഗ്രഹങ്ങൾ എൻ്റെയും ചുറ്റും കിടന്ന് കറങ്ങുമായിരുന്നു. പക്ഷെ അങ്ങനെ പറയുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു സാധാരണ നേതാവിന് ഉന്നത നേതാവാകാൻ എന്താ വേണ്ടത്? ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്, അണികളുടെ പിന്തുണ ആവശ്യമാണ്. ആ ആവശ്യത്തിന് അണികളുടെയും ജനങ്ങളുടെയും പിന്തുണ കിട്ടിയില്ല എങ്കിൽ എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിന് സംഭവിക്കുക? അത് തന്നെയാണ് ഈ വ്യാഴത്തിനും ശനിക്കുമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ആവശ്യത്തിന് മാസ് സമാഹരിക്കാൻ സാധിച്ചില്ല. കാര്യം, ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു ക്രിട്ടിക്കൽ ലെവലിലുള്ള മാസിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ആ ഗുരുത്വ കേന്ദ്രവും ആ മേഘക്കൂട്ടങ്ങളും ആ വാതകക്കൂട്ടങ്ങളും ഒരു നക്ഷത്രമായി മാറുകയുള്ളൂ. ആ മാസിലെത്താൻ വ്യാഴത്തിനും ശനിക്കുമൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ നക്ഷത്രങ്ങളായില്ല. എന്നാൽ നക്ഷത്രങ്ങളുടെ ചില സ്വഭാവങ്ങൾ അത് കാണിക്കുന്നു. അതാണ് മുഴുവനും ഗ്യാസായി നിൽക്കുന്നത്. ഒരു നക്ഷത്രത്തിലും ഒരു പേടകത്തിനും ഇറങ്ങാൻ കഴിയില്ല, അത് നിറയെ ഗ്യാസാണ്. സൂര്യനും ഗ്യാസാണ്. അങ്ങനെ നക്ഷത്രമാകാനുള്ള ശ്രമം പരാജയപ്പെട്ട് നിരാശരായി കഴിയുന്നവരാണ് നമ്മുടെ ഭൂമിയുടെ സഹോദരങ്ങളായ ഈ ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നവ. ഇവയെ എന്തുകൊണ്ടാണ് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, ജൂപ്പിറ്റർ ലൈക്ക് പ്ലാനറ്റ്സ് എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. ജൂപ്പിറ്ററിനെ പോലെ, വ്യാഴത്തിനെ പോലെയുള്ള ഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ഗ്രഹങ്ങളാണ്. അവയുടെ വാതകങ്ങളാണ് പ്രധാനമായിട്ടും. അതിൽ അവയുടെ ഡെൻസിറ്റി, സാന്ദ്രത വളരെ കുറവാണ്. ഇപ്പോൾ ഭൂമിയുടെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നത് 6.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു കഷ്ണം ഭൂമിക്ക് 6.8 ഗ്രാം ഭാരമുണ്ടാകും. അതാണ് ഭൂമിയുടെ ഡെൻസിറ്റി. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1 1 സെൻറ്റിമീറ്റർ നീളം, 1 സെൻറ്റിമീറ്റർ വീതി, 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു കഷ്ണം വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളിക്ക് 1 ഗ്രാം വെയിറ്റ് ഉണ്ടാകും. എന്നാൽ അത്രയും തന്നെയുള്ള ഭൂമിയുടെക്ക് 6.8 ആണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്നറിയാമോ? അത് 1.3 ആണ്. ശനിയുടെ ഡെൻസിറ്റി എത്രയെന്നറിയുമോ സാർ? 0.6 ആണ്. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ് ശനിയുടെ ഡെൻസിറ്റി. ഒന്നുകൂടി രസകരമായിട്ട് പറഞ്ഞാൽ, ഈ ശനിയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് വെള്ളത്തിൽ ഒരു പന്ത് പോലെ പൊങ്ങിക്കിടക്കും. എന്തൊരു തമാശയാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഈ ജോവിയൻ ഗ്രഹങ്ങളിൽ ഒരു ബഹിരാകാശ പേടകത്തെ ഇറക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് പൈനിയറും വോയേജറും കാസിനിയും ഒക്കെ ഈ വ്യാഴത്തിൻ്റെ ഒരു 2 ലക്ഷം 3 ലക്ഷം 3.5 ലക്ഷം കിലോമീറ്റർ അകലെ വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. അവിടെ നിന്നുള്ള ഫോട്ടോകളും കാഴ്ചകളുമൊക്കെ തന്നിട്ടുമുള്ളൂ. എന്തായാലും വ്യാഴത്തിലോട്ട് പോകാം എന്നുള്ള മോഹം നമുക്ക് വേണ്ട, നടക്കില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.